ഡബിൾ മാർക്കർ ടെസ്റ്റ്. എന്താണ് ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ്? ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റി, അതായത് ജനിതക വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നേരത്തെ തന്നെ അറിയാനുള്ള ബ്ലഡ് ടെസ്റ്റാണിത്. നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. ഇതിൽ 23 എണ്ണം അമ്മയുടെയും 23 എണ്ണം അച്ഛൻ്റെയുമാണ് ഉള്ളത്. ഈ ക്രോമസോമുകളുടെ എണ്ണം കൂടുതലോ കുറവോ ആണെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവുന്നതാണ്. മെയിനായിട്ട് ഈ ടെസ്റ്റിലൂടെ കണ്ടെത്താൻ കഴിയുന്നത് ബുദ്ധിമാന്ദ്യം അഥവാ ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പാറ്റു സിൻഡ്രോം, ടേർണർ സിൻഡ്രോം ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 95% വരെ ജനിതക വൈകല്യം കുഞ്ഞിന് ഉണ്ടോ എന്ന് ഈ ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഈ ടെസ്റ്റ് നിർബന്ധമായും ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമ്മയുടെയോ അച്ഛൻ്റെയോ ഫാമിലിയിൽ ജനിതക വൈകല്യമുള്ളവർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മുൻപത്തെ കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും നിർബന്ധമായും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് അബോർഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഗർഭിണിയാകുന്നതെങ്കിൽ, അതുപോലെ സ്കാനിങ് ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. NT സ്കാനിങ്ങിലൂടെ കുഞ്ഞിൻ്റെ ക്രോമസോമൽ അബ്നോർമാലിറ്റി, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ വ്യക്തമായിട്ട് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ഈ ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കും. ഈ ടെസ്റ്റ് ചെയ്യുന്നത് 11 മുതൽ 14 ആഴ്ചയുടെ ഉള്ളിലാണ്. സാധാരണ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പോലെയാണ് ഈ ബ്ലഡ് ടെസ്റ്റും എടുക്കുന്നത്. ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് റിസൾട്ട് 3 രീതിയിലാണ് ഉണ്ടാകുന്നത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് ആണെങ്കിൽ ലോ റിസ്ക് ആണ്, നോ റിസ്ക്, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ മോഡറേറ്റോ സിവിയറോ ആണെങ്കിൽ ജനിതക വൈകല്യത്തിൻ്റെ പ്രസൻസ് കാണുന്നുണ്ടെന്നാണ്. ബ്ലഡ് എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് റിസൾട്ട് കിട്ടുക. NT സ്കാനിങ്ങിൻ്റെ റിസൾട്ടും ഡബിൾ മാർക്കർ ടെസ്റ്റിൻ്റെ ഹോർമോണിൻ്റെ അളവും കമ്പയർ ചെയ്തിട്ടാണ് ഡോക്ടർമാർ ഈ അമ്മയ്ക്ക് ജനിതക വൈകല്യമുള്ള കുഞ്ഞു ഉണ്ടാവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നത്. കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് അബ്നോർമാലിറ്റി ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ആംനിയോസിന്തസിസ്. ഇത് ചെയ്യുന്നത് 15ാമത്തെ ആഴ്ചയിലാണ്. കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണിത്. 3-ാം മാസത്തിലെ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാവരും ഈ ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും നല്ല ആയുസ്സും ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.